ഈ ചങ്ങനാശ്ശേരിയിലെ വരാൽത്തോമ കഴിഞ്ഞാൽ നമ്മുടെ മെത്താന്മാരിൽ ഏറ്റവും വലിയ വിടുവായത്തം പറയുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ എറണാകുളത്തിൻ്റെ വികാർ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് അയാൾ വിളമ്പിക്കൂട്ടുന്നത്. ഇറ്റ്സ് റിഡിക്കുലസ്. ഇപ്പം ഞാൻ കേട്ടു, ഇന്നലെ മിനിഞ്ഞാന്നും മറ്റും ഞാൻ സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നമ്മുടെ പിണറായിയുടെ ഭരണം എങ്ങനെയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയാൻ പോവാണ് കേരളത്തിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിന് നല്ലതാണ്. കേരളത്തിന് നല്ലതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇയാൾ പത്രം വായിക്കാറുണ്ടോ? ഇയാൾ കേരളത്തിലൊന്നല്ലെങ്കിൽ ആഴ്ചയിലൊന്നും രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നതല്ലേ തലശ്ശേരിയിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക്? ഈ എറണാകുളം എന്ന ഈ മോഡേൺ നഗരത്തിൽ വന്നിട്ടും ഇതുപോലെയുള്ള മൂരാച്ചി ചിന്താഗതിയാണോ ഇദ്ദേഹത്തിനുള്ളത്? അത് പിണറായിയെ സൂപ്പിക്കാനായിട്ട് പറയുന്നതാണോ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പണ്ട് നമ്മുടെ കർദിനാൾ ആലഞ്ചേരി ഒരിക്കൽ ഈ പിണറായിയെ ഇരുത്തിപ്പുകഴ്ത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് വരികിൽ എന്തുകൊണ്ടും ഒരു ബിഷപ്പാകാൻ യോഗ്യതയുള്ളവനാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ മണ്ടന്മാർ, നസാണികൾ, ക്രിസ്ത്യാനികൾ ഇത് കേട്ടിട്ട് വലിച്ച ഇലിയിലിച്ചതല്ലാതെ നത്തിങ്. വേറെ വല്ല രാജ്യത്തായിരുന്നെങ്കിൽ അയാളെ കൊണ്ട് പബ്ലിക്കായിട്ട് മാപ്പ് പറയിപ്പിച്ചേനെ സുഹൃത്തുക്കളെ, അതുപോലത്തെ വിടുവായിത്തരം പറഞ്ഞതിന്. അറിയാവോ? മറ്റു രാജ്യങ്ങളിലായിരുന്നെങ്കിൽ അയാളെ കൊണ്ട് പബ്ലിക്കായിട്ട് മാപ്പ് പറയിച്ചേനെ. ഒരു കർദിനാളാണേ. ആ കർദിനാളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി, ദൈവവിശ്വാസമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് എന്തൊക്കെ ക്രൈം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം ചെയ്യാത്തതായിട്ടുള്ള ഒരു ക്രൈം മനുഷ്യകുലത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ആ മനുഷ്യനെ പറ്റി ഇയാൾ പറഞ്ഞിരിക്കുകയാണ് നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്. ഭരിച്ച് കേരളം ഏതാണ്ട് ആക്കിയിട്ടുണ്ട്. സൊമാലിയയുടെ വക്കത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ പിണറായിയോ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രാഷ്ട്രീയക്കാരോ കേരളത്തിൽ എന്ത് തേങ്ങാക്കല ചെയ്തു, കേരളത്തിൽ എന്ത് അഭിവൃദ്ധി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ? ശരിയാണ്, കേരളത്തിൽ അഭിവൃദ്ധി വന്നിട്ടുണ്ട്. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ജനങ്ങൾക്ക് കാറുകളുണ്ട്, ലക്ഷറി കാറുകളുണ്ട്, എല്ലാമുണ്ട്. എവിടെ നിന്ന് വരുന്നതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും എവിടെ നിന്നാണ്. ഇന്ന് കേരളത്തിലുള്ള മാതാപിതാക്കളുടെ കൊച്ചുമക്കളും വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്ന പൈസ, ആ ഡോളറിൻ്റെയും ആ യൂറോയുടെയും തിളക്കമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പിണറായി ഉണ്ടാക്കി തന്നതല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വരാലിൻ്റെ ഒരു പ്രസ്താവന കേട്ടു. വരാൽ പറയുന്നത്, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സായിപ്പിൻ്റെ ചന്തി കഴുകാതെ സായിപ്പിൻ്റെ അടിമവേല ചെയ്യാതെ നമുക്ക് കേരളത്തിൽ തന്നെ നല്ല ജോലികൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നൊക്കെ അയാളൊരു പ്രസംഗിച്ച് വിടുവായ തരമകേൻ. ഇത് കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാനായിട്ട് ഏറ്റവും ജോലിദാതാക്കളാകാൻ പറ്റിയത് ഇന്ന് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ ഇങ്ങനെയൊക്കെയാണ്. സൈഡിൽ കൂടി കിമ്പളം കൊടുക്കാതെ ഒരു മനുഷ്യന് ഒരു ജോലിയോ, ഇനി ന്യായമായ ജോലി ചെയ്യുന്നവന് ന്യായമായ ശമ്പളമോ കൊടുത്തുള്ള ഒരു പേര് നമ്മുടെ കത്തോലിക്ക സഭയ്ക്കോ കത്തോലിക്ക സ്ഥാപനങ്ങൾക്കോ ഇല്ല. അവരുടെ ചരിത്രം ചൂഷണം മാത്രമേ ഉള്ളൂ. അത് നഴ്സുമാരെ ആയാലും അത് അധ്യാപകരെ ആയാലും ടീച്ചേഴ്സിനെ ആയാലും പിഴിഞ്ഞ് പോക്കറ്റിലിടുക. ന്യായമായ ഒരു ശമ്പളം അവരുടെ നമ്മുടെ കത്തോലിക്ക നഴ്സുമാർക്ക് കൊടുത്ത് മാതൃക കാണിക്കാനായിട്ട് നമ്മുടെ സഭയ്ക്കാകുന്നില്ല. ന്യായമായിട്ടുള്ളൊരു ശമ്പളം, ഒരു ലിവിങ് വേജ്. അതിന് പകരം 20,000 25,000 കൂവ 6 ദിവസം നിലം തൊടാതെ പണിയെടുത്തിട്ട് നിങ്ങളൊരു ആശുപത്രിയിൽ പോയിട്ട് ആ നഴ്സുമാർ ഒരു 10 മിനിറ്റ് നേരം നിങ്ങളൊന്ന് വാച്ച് ചെയ്യൂ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് അവിടെ ഈ വെരുകൂടുന്ന മാതിരി അവർ ഓടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
നിങ്ങളുടെ മക്കളോ ചെറുമക്കളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കില്ല. അതുപോലത്തെ വിശ്രമമില്ലാതെ ഓടിപ്പാച്ചിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ വിവരമില്ലാത്ത വരാൽത്തോമ പറയുന്നത് സായിപ്പിൻ്റെ അടിമവേല. ഞാൻ ചോദിക്കട്ടെ, ഈ വരാൽ പലതവണ അമേരിക്കയിലും കാനഡയിലും ഒക്കെ വന്നിട്ടുണ്ട് വരാൽത്തോമ എന്ന് വിശ്വസിക്കുന്നു. അതോ ആ പേരും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടായക്കാണോ പോയത് എന്നും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ കാനഡയിലോ അമേരിക്കയോ വന്നിട്ട് എത്ര പേര് സായിപ്പിൻ്റെ അടിമവേല ചെയ്യുന്നതായിട്ട് മലയാളികളെ ഈ വരാൽത്തോമ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, വിദേശത്ത് പോയ നഴ്സുമാരെ കളിയാക്കുക. അവളവിടെ പോയിട്ട് സായിപ്പിൻ്റെ ചന്തി കഴുകാണ്, സായിപ്പിൻ്റെ ചന്തി കഴുകുകയാണെന്നാണ് പറയുന്നത് നഴ്സുമാർക്ക്. ഇന്നിപ്പോൾ BSc നഴ്സുമാരെ കെട്ടാനായിട്ട് MD ഡോക്ടർമാർ പാഞ്ഞു നടക്കുക. ഇന്നത്തെ കാലത്ത് നല്ല മിടുക്കിയായിട്ടുള്ള BSc നഴ്സുമാർ അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് നഴ്സാകാം. അത് തന്നെ ഏതാണ്ട് $1,00,000 ഒരു വർഷം ശമ്പളം കിട്ടും. അതുകൂടാതെ അവർക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താകാം, നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഒരു ഡോക്ടറുടെ തൊട്ട് കീഴെ അവർക്ക് മരുന്നിന് കുറിക്കാം, ഒട്ടുമുക്കാൽ പണിയും ചെയ്യാം. പക്ഷെ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ വേണം എന്ന് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് മാത്രം. അതുപോലെ ഈ വരാൽത്തോമ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ എത്രയായിരം മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യൻസും അമേരിക്കൻ കമ്പനികളിൽ തലപ്പത്തിരിക്കുന്നു എന്ന്. എത്ര മിഡ് ലെവൽ മാനേജേഴ്സ്, നാസയിൽ, ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ്, ടെസ്ലയിൽ, സ്പേസ് എക്സിൽ, ഗൂഗിളിൽ. എന്നിട്ടാണ് ഈ ജനങ്ങളെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനും മക്കൾ അവിടെ പോയിട്ട് സായിപ്പന്മാരെ അവിടെ കൊണാപ്പിക്കുകയെന്ന്. അല്ല ഇവിടെ അമേരിക്കയിലെ കാര്യം നമ്മൾ അമേരിക്കയിലുള്ള വിദേശികളിൽ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡും ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്നവരും പെർ ക്യാപിറ്റ ഫാമിലി ഇൻകം ഏറ്റവും കൂടുതലുള്ള സമൂഹം ഇന്ത്യൻ സമൂഹമാണ് വരാലെ. വരാൽ കിടക്കുന്നത് വെറും പൊട്ടക്കുളത്തിലാണ്. പൊട്ടക്കുളത്തിൽ കിടന്ന് ആ ചേണിയിൽ നീന്തുന്ന വരാലാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ മുകളിൽ കാണുന്നില്ല. കാരണം താങ്കൾ കിടക്കുന്നത് തവള കിടക്കുന്ന പൊട്ടക്കിണറിലെ ചേറിലാണ് വരാൽ കിടക്കുന്നത്. അതുകൊണ്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, ഇവിടെ ആരും സായിപ്പന്മാരുടെ ചന്തി കരുതുന്നില്ല. പിന്നെ ഇവിടെ എല്ലാ ജോലിയും റെസ്പെക്റ്റബിളാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, KFCയിലും മക്ഡൊണാൾഡ്സിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും. ആ ജോലിക്കും ഒരു അന്തസ്സുണ്ട്. അവർക്കും കിട്ടും ന്യായമായിട്ടുള്ള പണം. ഇന്ന് മക്ഡൊണാൾഡ്സിൽ അമേരിക്കയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും മണിക്കൂറിന് $20 കിട്ടും. $20 മണിക്കൂറിന്. വരാലിനറിയാമോ $20 എന്ന് വെച്ചാൽ ഇന്ന് എത്രയാന്ന്? ഒരു ഡോളറിന് ഓൾമോസ്റ്റ് 100 രൂപയുണ്ട് ഇപ്പോൾ. അതായത് $10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ, വിച്ച് മീൻസ് മണിക്കൂറിന് $20 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ കിട്ടും വരാലേ. എന്നിട്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരെ ചീത്ത വിളിക്കുന്നത് വരാല്. അപ്പം ഈ വരാലും ഈ പറയുന്ന ഈ മനുഷ്യൻ്റെ ഞാൻ പറഞ്ഞ ഈ പാമ്പ്ലാനി, ഇവരൊക്കെ ഇവരുടെ വായ അടച്ചു വെച്ചിട്ട് മനുഷ്യരുടെ ആത്മീയ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ പതിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം അവർ വായ തുറക്കും തോറും അവരുടെ ഇഗ്നറൻസ്, അറിവില്ലായ്മ ലോകം അറിയണം. അവരുടെ അറിവില്ലായ്മ, എത്ര വിഡ്ഢികളാണ് ഇവരെന്ന് ലോകം അറിയണം. ഇതൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ നമ്മളുടെ പിണറായി പോലും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പിണറായി ഇയാളുടെ വിടുവായത്തരം കേട്ടിട്ട്, പാമ്പ്ലാനിയുടെ. ദൈവമേ, ഒന്നും പറയണ്ട ഇവന്മാരെ കൊണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ, സീ യു ലേറ്റർ. താങ്ക് യു.